ഹലോ, നമസ്കാരം. നിങ്ങളുടെ ബിസിനസ് അത് ലോകം മുഴുവൻ എത്തിക്കണമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ മുന്നോട്ടു പോകണം എന്നൊരു കൺഫ്യൂഷനുണ്ടല്ലേ? പേടിക്കേണ്ട, അതിനൊരു കൃത്യമായ വഴികാട്ടി, ഒരു ബ്ലൂ പ്രിന്റ് തന്നെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ഗ്ലോബലായിട്ട് വളരാൻ നിങ്ങൾ റെഡിയാണോ? ഇതൊരു സിമ്പിൾ ചോദ്യമല്ല കേട്ടോ. കാരണം ഈ ഒരൊറ്റ തീരുമാനം മതി നിങ്ങളുടെ ബിസിനസിന്റെ തലവിധി തന്നെ മാറ്റാൻ. ശരിയായ പ്ലാനുണ്ടെങ്കിൽ ആകാശം മുട്ടെ വളരാം, അല്ലെങ്കിൽ അതൊരു വലിയ വീഴ്ചയുമാവാം. അതെ, ഇത് ശരിക്കും കളിയുടെ ഗതി മാറ്റുന്ന ഒരു നീക്കം തന്നെയാണ്. പക്ഷേ ഒരു പ്ലാനുമില്ലാതെ ചാടിയിറങ്ങിയാൽ അതൊരു മൈൻഡ് ഫീൽഡിൽ ചെന്ന് പെട്ടതുപോലെയാവും, ചുറ്റും അപകടങ്ങൾ. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പും നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അപ്പോ ശരി, എവിടെ തുടങ്ങണം? ഏതു വലിയ യാത്ര തുടങ്ങുമ്പോഴും ആദ്യം വേണ്ടതെന്താ? എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ധാരണ വേണ്ടേ? അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ആദ്യത്തെ പടി, ഏറ്റവും പ്രധാനപ്പെട്ട പടി എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് തീരുമാനിക്കുക എന്നതാണ്. അതായത്, എന്തിനാണ് നിങ്ങൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുന്നത്? നിങ്ങളുടെ വൈ എന്താണ്? കൂടുതൽ പണമുണ്ടാക്കാനാണോ? അതോ നിങ്ങളുടെ ബ്രാൻഡിന് ലോകം മുഴുവനൊരു പേരുണ്ടാക്കാനാണോ? ഏത് പ്രോഡക്റ്റാണ് ആദ്യം ഇറക്കുക? എത്ര കാലം കൊണ്ട് ഇതൊക്കെ നടക്കണം? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമായൊരു ഉത്തരം വേണം. കാരണം ഈ ഉത്തരങ്ങളാണ് നിങ്ങളുടെ പ്ലാനിന്റെ ഫൗണ്ടേഷൻ. ഈ ബേസ്മെന്റ് ഒന്ന് പാളിയാൽ പിന്നെ പണിയുന്നതൊക്കെ വെറുതെയാകും. ഓക്കെ, അപ്പോൾ ലക്ഷ്യം സെറ്റായി. ഇനി എന്തു വേണം? ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി വേണ്ടേ? ഒരു റോഡ് മാപ്പ്. ഈ വലിയ യാത്രയെ നമുക്ക് ചെറിയ, മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്പുകളായിട്ടങ്ങ് മുറിക്കാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. നോക്കൂ, ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇതൊരു വലിയ മല കയറുന്നത് പോലെ തോന്നും. പക്ഷെ നമ്മളിതിനെ 4 സിമ്പിൾ ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1. മാർക്കറ്റ് റിസർച്ച്, അതായത് നമ്മൾ പോകുന്ന സ്ഥലം എങ്ങനെയുണ്ടെന്ന് പഠിക്കുക. 2. നിയമപരമായ കാര്യങ്ങൾ, അവിടെ ബിസിനസ് തുടങ്ങാനുള്ള പേപ്പർ വർക്കൊക്കെ ശരിയാക്കുക. 3. ഒരു പൈലറ്റ് ലോഞ്ച്, അതായത് ഫുള്ളായിട്ട് ഇറങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ ട്രയൽ. 4. എല്ലാം ഒക്കെയാണെങ്കിൽ പൂർണ്ണമായിട്ടും മാർക്കറ്റിലേക്ക് ഇറങ്ങുക. കണ്ടില്ലേ, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമായില്ലേ? ഇനി ഓരോ ഘട്ടത്തിലും നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? വെറുതെ റിസർച്ച് എന്നു കഴിഞ്ഞാൽ പോരല്ലോ. ഈ ടേബിൾ നോക്കിയാൽ അത് ക്ലിയർ ആവും. ഓരോ ഘട്ടത്തിനും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്, ഒരു ഡെലിവറബിളും ഉണ്ട്. അതായത്, 1ാമത്തെ ഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം? ഒരു കൺട്രി അനാലിസിസ് റിപ്പോർട്ട്. അതുപോലെ 2ാമത്തെ ഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ കമ്പനി അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം, ധാരണാപത്രങ്ങളൊക്കെ ഒപ്പിട്ടിരിക്കണം. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും എന്ത് നേടണമെന്ന് കൃത്യമായൊരു ടാർഗറ്റ് വെച്ചാൽ വെറും ഐഡിയകൾ ആക്ഷനായി മാറും. ശരി, പ്ലാനൊക്കെയുണ്ട്. ഇനി ഇത് നടപ്പാക്കണ്ടേ? ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. ഗ്ലോബൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ കളി പോലെയാണ്, ഒരു ടീം ഗെയിം. എല്ലാരും ഒരുമിച്ച് കളിച്ചില്ലെങ്കിൽ ഗോൾ അടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ടീമുകളുടെ ഏകോപനമാണ് വിജയത്തിന്റെ താക്കോൽ. ഇവിടെ നോക്കൂ, ഒരു വശത്ത് നമ്മുടെ ലക്ഷ്യങ്ങൾ, അതായത് പൈലറ്റ് ലോഞ്ച്, ഫുൾ സ്കെയിൽ റോൾ ഔട്ട്. മറുവശത്ത് അത് നടപ്പാക്കേണ്ട ഡിപ്പാർട്ട്മെന്റുകൾ, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, HR, ലീഗൽ. ഇവയെല്ലാം ഒരു മെഷീനിലെ ഗിയറുകൾ പോലെയാണ്. ഒരെണ്ണം കറങ്ങുമ്പോൾ മറ്റേതും കറങ്ങണം, ഒരേ താളത്തിൽ. ഒരെണ്ണം സ്ട്രക്കായാൽ മൊത്തം സിസ്റ്റമും നിന്നുപോകും. അതാണ് ടീം വർക്കിന്റെ പവർ. അപ്പോൾ ഓരോ ടീമും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാർക്കറ്റിംഗ് ടീം എന്ത് ചെയ്യും? അവരവിടുത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പരസ്യങ്ങളുണ്ടാക്കും. ഓപ്പറേഷൻസ് ടീമോ സാധനങ്ങൾ കൃത്യമായിട്ട് അവിടെ എത്തിക്കാനുള്ള വഴികളൊരുക്കും. HR ടീമാണെങ്കിലോ അവിടുത്തെ ആളുകളെ ജോലിക്കെടുക്കും. ലീഗൽ ടീം ലൈസൻസും പേപ്പർ വർക്കുമൊക്കെ നോക്കും. ടെക്നോളജി ടീം നമ്മുടെ ആപ്പും വെബ്സൈറ്റുമൊക്കെ അവിടുത്തെ ഭാഷയിലേക്ക് മാറ്റും. കണ്ടോ, എല്ലാവർക്കും അവരവരുടേതായ ജോലിയുണ്ട്. ഓക്കെ, പ്ലാൻ റെഡി, ടീമുകൾ വർക്ക് തുടങ്ങി, എല്ലാം സ്മൂത്തായി പോകുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? നമ്മൾ ശരിയായ ട്രാക്കിൽ തന്നെയാണോ? അതെങ്ങനെ അറിയും? വെറുതെ ഓടിയാൽ പോരല്ലോ. ഫിനിഷിംഗ് ലൈനിലേക്ക് തന്നെയാണോ ഓടുന്നതെന്നറിയണ്ടേ? അവിടെയാണ് നമ്മുടെ പുരോഗതി അളക്കേണ്ടതിന്റെ ആവശ്യം വരുന്നത്. പുരോഗതി അളക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് പണത്തിന്റെ കാര്യമാണ്. ബഡ്ജറ്റ്. ഈ ചാർട്ടൊന്ന് നോക്കിക്കേ. തുടക്കത്തിൽ, അതായത് റിസർച്ച് ഘട്ടത്തിലൊന്നും ഒരുപാട് പണം വേണ്ടിവരില്ല. പക്ഷേ പൈലറ്റ് ലോഞ്ചും ഫുൾ സ്കെയിൽ റോളൌട്ടും ഒക്കെ ആവുമ്പോഴേക്കും ചെലവ് കൂടും. അപ്പോൾ എവിടെയാണ് കൂടുതൽ പണം വേണ്ടിവരുന്നതെന്ന് മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ അവസാനം കയ്യിൽ കാശില്ലാത്ത അവസ്ഥയാവും. അപ്പോ നമ്മള് ജയിക്കുകയാണോ തോൽക്കുകയാണോ എന്ന് എങ്ങനെ അറിയും? അതിനാണ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ KPIs ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിജയത്തെ അളക്കാനുള്ള കുറച്ച് മീറ്ററുകൾ. വെറുതെ ജോലി ചെയ്തു എന്ന് പറയുന്നതിലല്ല കാര്യം, ചെയ്ത ജോലി കൊണ്ട് റിസൾട്ട് ഉണ്ടായോ എന്ന് നോക്കണം. അതിനാണ് KPIs.
നമ്മുടെ ആദ്യത്തെ KPI നോക്കാം. മാർക്കറ്റ് എൻട്രി കംപ്ലീഷൻ റേറ്റ്. ഒരു 95% ടാർഗറ്റ്. എന്താ ഇതിന്റെ അർത്ഥം? സിമ്പിളാണ്. നമ്മൾ 10 രാജ്യങ്ങളിൽ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്താൽ അതിൽ കുറഞ്ഞത് 9-10 രാജ്യങ്ങളിൽ അത് നടന്നിരിക്കണം. ഇത് കാണിക്കുന്നത് നമ്മുടെ പ്ലാനിംഗ് എത്രത്തോളം കൃത്യമായിരുന്നു, ടീം എത്ര എഫിഷ്യന്റായി വർക്ക് ചെയ്തു എന്നൊക്കെയാണ്. അടുത്തത് സമയമാണ്. ടൈം ടു മാർക്കറ്റ്. ഇവിടെ നമ്മുടെ ടാർഗറ്റ് 12 മാസമാണ്. അതായത് നമ്മളൊരു രാജ്യത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നത് മുതൽ നമ്മുടെ പ്രോഡക്റ്റ് അവിടുത്തെ കടയിലെത്തുന്നത് വരെയുള്ള സമയം. ഇന്നത്തെ ലോകത്ത് സ്പീഡാണെല്ലാം, അല്ലേ? ഒരു വർഷം കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റിയാൽ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ഒരു പടി മുന്നിലെത്താം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, കസ്റ്റമർ അക്വിസിഷൻ. അതായത് എത്ര പുതിയ കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടി. 2, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ROI. നമ്മൾ ഓരോ രാജ്യത്തും മുടക്കിയ പണത്തിന് എന്ത് നേട്ടം തിരിച്ചു കിട്ടി. അവസാനം ബിസിനസ് എന്ന് പറഞ്ഞാൽ കണക്കുകളാണല്ലോ. ഈ നമ്പറുകളാണ് നമ്മുടെ ശരിക്കുള്ള വിജയത്തിന്റെ മാർക്ക്ഷീറ്റ്. പക്ഷെ ലൈഫിലെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കൂ? ഇല്ല. ബിസിനസ്സിലും അതുപോലെ തന്നെ. എത്ര നല്ല പ്ലാൻ ഉണ്ടായാലും ചിലപ്പോ വഴിയിൽ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഒരു നല്ല പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ ഉണ്ടാവില്ല എന്നല്ല അർത്ഥം. മറിച്ച് പ്രശ്നങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം എന്നതിനൊരു പ്ലാൻ ബി കയ്യിലുണ്ടാവുന്നതാണ്. അതിനെയാണ് നമ്മൾ കണ്ടിൻജൻസി പ്ലാൻ എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, കാര്യങ്ങൾ വൈകിയാൽ എന്ത് ചെയ്യും, നമ്മൾ പ്രതീക്ഷിച്ച പോലെ നടന്നില്ലെങ്കിൽ എന്താണ് ബാക്കപ്പ് സ്ട്രാറ്റജി, ഇതൊക്കെ മുൻകൂട്ടി ആലോചിച്ചു വെക്കണം. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ പ്രധാനമാണ് ഗവേണൻസും റിവ്യൂവും. അതായത് ഒരു മേൽനോട്ടം. കാര്യങ്ങളൊക്കെ ട്രാക്കിലാണോ എന്ന് നോക്കാൻ കൃത്യമായ ഇടവേളകളിൽ മീറ്റിംഗുകൾ വെക്കണം. മാസത്തിലോ 3 മാസം കൂടുമ്പോഴോ ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നതിനൊരു ക്ലിയർ സ്ട്രക്ചർ വേണം. ഒരു ക്യാപ്റ്റൻ ഇല്ലാത്ത ടീം പോലെ ആവരുത് കാര്യങ്ങൾ. ഇതൊക്കെ ഉണ്ടെങ്കിലേ എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തം ഉണ്ടാവൂ. അപ്പോ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നത് ഒരു ഉത്തരവുമായിട്ടല്ല, പകരം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യവുമായിട്ടാണ്. നിങ്ങളുണ്ടാക്കിയ ഈ ടൈം ലൈൻ, അത് നിങ്ങളുടെ മാർക്കറ്റിന്റെ അവസ്ഥ, നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസ്, നിങ്ങളുടെ യഥാർത്ഥ ബിസിനസ് ലക്ഷ്യങ്ങൾ ഇവയുമായി ശരിക്കും ചേരുന്നുണ്ടോ? ഈ ചോദ്യത്തിന് ഉണ്ട് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പോടെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ വഴിയിൽ തന്നെയാണ്.